ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് ആട്ടുകൊഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനായിട്ട് കൊഞ്ച് നമുക്ക് നല്ലപോലെ വൃത്തിയാക്കി അതിൻ്റെ നടുഭാഗത്തുള്ള അഴുക്കെല്ലാം എടുത്ത് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വേവിച്ച് വന്നതിന് ശേഷം നമ്മൾ ആ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ച് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി എന്നിവയെല്ലാം ചതച്ച് പെരിഞ്ചീരകം കൂടെ ചതച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സവോള, തക്കാളി, പിന്നെ മഞ്ഞൾപ്പൊടി, ശേഷം നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. ഇവയെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയിട്ട് അതിലേക്ക് കൊഞ്ചിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ആട്ടുകൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.